നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 25. അങ്ങനെ ഇന്ന് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഉൾപ്പെടെ NSEയുടെ എല്ലാ ഇൻഡസ്ട്രീസുകളുടെയും മന്ത്ലി എക്സ്പയറിയാണ് ഇന്ന്. ആയതിനാൽ തന്നെ മാർക്കറ്റിൽ വോൾട്ടാലിറ്റി എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ടെസ്റ്റേഷൻ പ്രശ്നങ്ങൾ ആരംഭിച്ചതിന് ശേഷം മാർച്ച് മുതൽ അവസാനം ജൂലൈ വരെ അവസാന 5 മാസങ്ങളായിട്ട് നിഫ്റ്റി 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് താഴെയായിട്ടാണ് എക്സ്പയറി നടത്തിയിരുന്നത്. എന്നാൽ ഈ കലണ്ടർ മാസത്തിലെ ആദ്യ ട്രേഡിംഗ് സെഷനായ 3-ാം തീയതി തിങ്കളാഴ്ച 24,572 എന്ന ലെവലിലാണ് നിഫ്റ്റി ഓപ്പണിംഗ് രേഖപ്പെടുത്തിയതും. പിന്നീട് ഉയർച്ച താഴ്ചകൾ മാർക്കറ്റിൽ അനുഭവപ്പെട്ടെങ്കിൽ കൂടിയിട്ടും കഴിഞ്ഞ ബുധനാഴ്ച, അതായത് 19-ാം തീയതിയായിരുന്നു നിഫ്റ്റി ഈ മാസത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്കായിട്ട് എത്തിച്ചേർന്നത്. അതായത് 24,025.65 എന്ന നിലയിലായിട്ട്. എങ്കിലും ഈ കലണ്ടർ മാസത്തിൽ ഒരിക്കൽ പോലും നിഫ്റ്റിക്ക് 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് ഇൻട്രാഡേ ബേസിസിൽ പോലും വന്നിട്ടുമില്ല. ഈ മന്ത്ലി സീരീസ് മാത്രമല്ല, ഈ കലണ്ടർ മാസത്തിലും ഒരിക്കൽ പോലും നിഫ്റ്റിക്ക് 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുമില്ല. ആയതിനാൽ തന്നെ ഇത്തവണത്തെ മന്ത്ലി എക്സ്പയറി നിഫ്റ്റിക്ക് 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ടാണോ അതോ താഴെയായിട്ടാണോ നടക്കാൻ പോകുന്നതെന്ന് ഉള്ള കാര്യം ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ തന്നെയാണ്. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ആർദി ഇൻഡസ്ട്രീസ്, MV ഇലക്ട്രോ സിസ്റ്റംസ്, സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, വിനീത് ലാബോറട്ടറീസ് തുടങ്ങിയ സ്റ്റോക്കുകൾ അവയുടെ Q1 ഏർണിംഗ്സുകൾ ഇന്ന് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം ഇന്നലത്തെ നിഫ്റ്റിയുടെ ഡേ ലോയായ 24,150 എന്ന ലെവലും തുടർന്ന് 24,100 എന്ന ലെവലും നിഫ്റ്റിക്ക് ഡൗൺ സൈഡിലേക്ക് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആണെങ്കിൽ കൂടിയിട്ടും 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയ കൂടി തന്നെയാണ്. ആയതിനാൽ തന്നെ 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് സെല്ലിംഗ് പ്രഷറും വർദ്ധിച്ചേക്കാം. ഇനി അതേസമയം ഇന്ന് നിഫ്റ്റിക്ക് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ ഇന്നലത്തെ ഡേ ഹൈ ആയ 24,300 എന്ന ലെവലിൽ ഒരുപക്ഷെ ശക്തമായ റെസിസ്റ്റൻസ് നേരിട്ടേക്കാം. കാരണം ഈ ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 20-ഡേ EMA നിലനിൽക്കുന്നതും. എന്നാൽ ഈ ലെവലും മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് അടുത്തതായിട്ട് 24,400 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഏരിയ കൂടി തന്നെയാണ്. ഈ ലെവലും അതിശക്തമായി മറികടക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ തുടർന്ന് നിഫ്റ്റിക്ക് 24,500 എന്ന ലെവലിലേക്കുള്ള പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇതിനു പുറമെ നമ്മൾ ഒരു കാര്യം മനസ്സിൽ വെക്കേണ്ടതായിട്ടുണ്ട്. ഈ മാസം ആദ്യത്തോടുകൂടി CSA ക്ലോസിംഗ് വന്നതിന് ശേഷം ആദ്യ കുറച്ച് ട്രേഡിംഗ് സെഷനുകളിലെ ക്ലോസിംഗ് സെഷനിൽ ഹൈ വോൾട്ടാലിറ്റി അനുഭവപ്പെട്ടെങ്കിലും പിന്നീട് സെബി നടത്തിയ അന്വേഷണത്തിന്റെ ഫലമായിട്ട് അവയ്ക്കൊരു ശാന്തത വന്നെങ്കിലും ഇന്നലെയും ഏകദേശം 50 പോയിന്റുകൾക്ക് അടുത്തുള്ള മൂവ്മെന്റ് അവസാന നിമിഷം നിഫ്റ്റിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. മാത്രമല്ല, ആദ്യം നമ്മൾ കണ്ട പോലെ തന്നെ ഇന്ന് NSEയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻഡസ്ട്രീസുകളുടെയും മന്ത്ലി എക്സ്പയറി ആയതിനാൽ തന്നെ മാർക്കറ്റിൽ ഇന്ന് ശക്തമായ വോൾട്ടാലിറ്റി അനുഭവപ്പെടാനുള്ള സാധ്യതകൾ നിലനിൽക്കെ അവസാന നിമിഷവും ഒരുപക്ഷെ ശക്തമായ വോൾട്ടാലിറ്റിക്കും ഇടയാക്കിയേക്കാം. ആയതിനാൽ തന്നെ ട്രേഡേഴ്സ് ഒക്കെ അവരുടെ F&O വിഭാഗത്തിലുള്ള പൊസിഷൻസ് ഒക്കെ 3.25 മുന്നേ ആയിട്ട് തന്നെ സ്കോർ ഓഫ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം പുതിയ നിയമപ്രകാരം 3% അപ്പർ ഓർ ലോവർ സൈഡിലേക്കുള്ള മൂവ്മെന്റുകൾ CSA ക്ലോസിംഗ് പ്രകാരം സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ടതാനും മഴയിലെ കുറവ് 15% വരെ ആയേക്കാമെന്ന സാഹചര്യം ഉണ്ടെന്നുള്ള വിലയിരുത്തലുകൾ വന്നതിനെ തുടർന്ന് കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ദുർബലമായ മൺസൂണാണ് ഇന്ത്യ നേരിടുന്നതായിട്ടുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. ഇനി ലോകമാകമാനം ഉറ്റുനോക്കിയതായിരുന്നു ഇന്നലെ US ട്രഷറി സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് വരാനിരുന്ന ഇറാന് മേലുള്ള ഉപരോധം. ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക ആക്രമണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാനെതിരായിട്ടുള്ള ഉപരോധം ശക്തമാക്കി അമേരിക്ക ടെഹ്റാനെതിരെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ച് ഇല്ലാതാക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് സ്കോട്ട് ബെൻസന്റ് ഇന്നലെ നടത്തുകയും ചെയ്തത്. മാത്രവുമല്ല, ടെഹ്റാനുമായി വ്യാപാര ബന്ധം തുടരുന്ന വിദേശ ഗവൺമെന്റുകൾക്കും കമ്പനികൾക്കും US സാമ്പത്തിക വ്യവസ്ഥയിലേക്കുള്ള പ്രവേശനം നഷ്ടപ്പെട്ടേക്കാമെന്നുള്ള മുന്നറിയിപ്പും US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസന്റ് നൽകിയിട്ടുമുണ്ട്. എന്നാൽ അമേരിക്കയുടെ ഉപരോധങ്ങൾക്ക് പിന്നാലെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. നടപടിയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ യുദ്ധ നടപടിക്ക് വഴിവെക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുമുണ്ട്. എന്നാൽ വരുന്ന പുതിയ റിപ്പോർട്ടുകൾ
പ്രകാരം യുഎസിന്റെ സാമ്പത്തിക ഉപരോധം ഇന്നലെ ഒഫീഷ്യലായിട്ട് തന്നെ ഇറാന് മുകളിൽ പ്രഖ്യാപിക്കപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയിൽ നിന്നുമുള്ള എക്സ്പോർട്ടിന് കടുത്ത പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്നാണ് ഈ മേഖലയിലുള്ള ഒട്ടുമിക്ക എക്സ്പോർട്ടേഴ്സും വിലയിരുത്തുന്നത്. കാരണം നിലവിലെ യുഎസിന്റെ ഇറാന് മുകളിലുള്ള ഉപരോധവും കൂടാതെ ഒരാഴ്ചകൾക്ക് മുന്നേ UAE പ്രഖ്യാപിച്ച ഇറാനുമായിട്ടുള്ള ഉപരോധത്തെ തുടർന്ന് ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യപ്പെടുന്ന റൈസ്, ടീ, ഫാർമസ്യൂട്ടിക്കൽസ് ഉൽപ്പന്നങ്ങൾക്ക് ഇനി ശക്തമായ ഒരു പ്രതിസന്ധി നേരിട്ടേക്കാമെന്നുള്ള വിലയിരുത്തലുകളാണ് വരുന്നതും. കാരണം ഇറാന്റെ 5 ലാർജസ്റ്റ് ആയിട്ടുള്ള ട്രേഡിംഗ് പാർട്ട്നേഴ്സിൽ ഒരു രാജ്യമാണ് ഇന്ത്യയും. നിലവിൽ ഇന്ത്യയിൽ നിന്ന് പോയിക്കൊണ്ടിരുന്ന ചരക്കുകൾ ദുബായിൽ ചെന്നിട്ട് അവിടെ നിന്നായിരുന്നു ഇറാന് പോയിക്കൊണ്ടിരുന്നത്. അതിനാൽ തന്നെ ഈ പറഞ്ഞ മേഖലകളെ സംബന്ധിച്ചിടത്തോളം പുതുതായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട യുഎസിന്റെ ഉപരോധവും കൂടാതെ UAE മുൻപ് പ്രഖ്യാപിക്കപ്പെട്ട ഉപരോധവും നിലനിൽക്കുന്നതിനാൽ ശക്തമായ ക്ഷീണം ഏൽപ്പിക്കുകയും ചെയ്യും. ഇന്ന് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളോ ഒന്നും തന്നെയില്ല. യുഎസിലെ ബോണ്ട് ഈൽഡുകളിലുണ്ടായ റൈസും ഇറാന്റെ മുകളിലുള്ള ഉപരോധം ഇന്നലെ US പ്രഖ്യാപിക്കാനിരിക്കെ നിക്ഷേപകരുടെ ഭാഗത്തു നിന്ന് വന്ന ജാഗ്രതയുടെ ഫലമായിട്ട് ഇന്നലത്തെ മാർക്കറ്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിനെ തുടർന്നുണ്ടായ നേട്ടങ്ങളൊക്കെ ചോർന്നു പോകുന്ന കാഴ്ചകളാണ് കാണുവാനായിട്ടും സാധിക്കുക. തുടർന്ന് 2 ദിവസങ്ങളിലെ നേട്ടങ്ങളെയൊക്കെ വൈപ്പ് ഔട്ട് ആക്കിക്കൊണ്ട് നഷ്ടത്തോടുകൂടി തന്നെ ഇന്ത്യൻ മാർക്കറ്റിന് ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷനുകളിലെ സെല്ലിംഗിന് ശേഷം വീണ്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ഇന്നലെ 1181.66 കോടി രൂപയ്ക്ക് ബൈയിങ് ആണ് നടത്തിയത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 2493.41 കോടി രൂപയ്ക്ക് ബൈയിങ് ശക്തമായി തന്നെ തുടരുകയും ചെയ്തു. ADR സ്റ്റോക്സിലേക്ക് വരുമ്പോൾ ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ഡോക്ടർ റെഡ്ഡീസ് ADRന് മാത്രമേ 0.33% നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം ആക്സിസ് ബാങ്ക് ADRന് 0.5%, HDFC ബാങ്ക് ADRന് 0.25%, ICICI ബാങ്ക് ADRന് 1%, ഇൻഫോസിസിന് 1%, വിപ്രോയ്ക്ക് 0.5%-ലേറെയും നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ വെള്ളിയാഴ്ചയുണ്ടായ നേട്ടത്തിന് ശേഷം ഇന്നലെ US മാർക്കറ്റുകൾ വീണ്ടും ദുർബലപ്പെടുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. ഇതിലേക്ക് പ്രധാനമായും നയിച്ചത് യുഎസിലെ ഹെവി വെയ്റ്റ് സ്റ്റോക്കായ NVIDIAയുടെ ക്വാർട്ടർലി ഏർണിംഗ്സ് വരുന്നതിന് മുന്നോടിയായിട്ട് നിക്ഷേപകർ പുലർത്തിയ ജാഗ്രതയും കൂടാതെ യുഎസിന്റെ ഭാഗത്ത് നിന്നും ഇറാന് മുകളിൽ പ്രഖ്യാപിക്കപ്പെട്ട പുതിയ സാമ്പത്തിക ഉപരോധത്തെക്കുറിച്ചുള്ള ആശങ്കകൾ തന്നെയാണ് ഇന്നലെ US മാർക്കറ്റുകളിലെ നഷ്ടത്തിലേക്ക് നയിക്കുകയും ചെയ്തത്. തുടർന്ന് S&P 500-ന് 0.5%-ലേറെയും നാസ്ഡാക്കിന് 0.25%-ലേറെയും നഷ്ടത്തോടുകൂടി തന്നെ ക്ലോസിംഗും രേഖപ്പെടുത്തേണ്ടതായിട്ട് വന്നപ്പോൾ നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ സ്ലൈറ്റ്ലി പോസിറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.35%-ന്റെ നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ ഫ്രാൻസ് മാർക്കറ്റിന് 0.5%-നടുത്തും ജർമ്മൻ മാർക്കറ്റിന് നേരിയ നഷ്ടത്തോടുകൂടിയും ക്ലോസിംഗ് രേഖപ്പെടുത്തേണ്ടതായിട്ടും വന്നു. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇത് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 0.25%-ലേറെയും അതേസമയം കൊറിയൻ മാർക്കറ്റ് 2.5%-ലേറെ നഷ്ടത്തോടു കൂടിയിട്ടാണ് ട്രേഡിംഗ് ആരംഭിച്ചിട്ടുള്ളത്. ഇന്നും എണ്ണയുടെ വിലയിൽ നേരിയ ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. ബ്രന്റ് ക്രൂഡിന്റെ വില $90.92 എന്ന നിലയിലും ക്രൂഡ് ഓയിലിന്റെ വില $84.95 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഗോൾഡിന്റെ വിലയിൽ വീണ്ടും 1%-ന്റെ ഉയർച്ച അനുഭവപ്പെടുന്നുണ്ട്. $4,693.86 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. നിഫ്റ്റിയുടെ ടെക്നിക്കൽ ലിസ്റ്റിലേക്ക് വരുമ്പോൾ PCR 0.7 എന്ന നിലയിലും മാക്സ് പെയിൻ 24,400 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. ഇന്നലെ നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 20-ഡേ EMA എത്തിപ്പിടിക്കുവാനായെങ്കിലും അത് നിലനിർത്തുവാനായില്ല. എങ്കിലും 50-ഡേ EMAയുടെ മുകളിലായിട്ടാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ച് നിലകൊള്ളുന്നതും. RSIയിലും ഇടിവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 47.85 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,300 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുക. എന്നാൽ പുട്ട് സൈഡിലേക്ക് 24,000 എന്ന സൈക്കോളജിക്കൽ സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നതെങ്കിലും 24,050 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. സാൻകേഷ് ജ്വല്ലേഴ്സ്, സൺഷൈൻ പിക്ചേഴ്സ് തുടങ്ങിയ IPOസിന്റെ ലിസ്റ്റിംഗ് ഇന്ന് മെയിൻ ബോർഡിലേക്ക് നടക്കാനുണ്ട്. ആദിത്യ വിഷൻ, ദീപക് ഫെർട്ടിലൈസേഴ്സ്, ഡിഫ്യൂഷൻ എഞ്ചിനീയേഴ്സ്, മൊബ് അവന്യൂ AI ടെക്, NR അഗർവാൾ ഇൻഡസ്ട്രീസ്, പ്രേംകോ ഗോൾഡ്, മാസ് ഫൈനാൻഷ്യൽ സർവീസസ് തുടങ്ങിയ സ്റ്റോക്കുകളുടെ എക്സ് ഡിവിഡൻഡ് ആയിട്ടാണ് ഇന്ന്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല.
TCS, ടാറ്റ കൺസൾട്ടൻസി സർവീസസ് നെതർലാൻഡ്സ് BV എന്ന പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഉപകമ്പനിയുടെ ബോർഡ് പോർഷെ AGയുടെ ഉപകമ്പനിയായ MHP മാനേജ്മെന്റ് ആൻഡ് IT ബെരാറ്റുങ് GmbHന്റെ 100% ഇക്വിറ്റി ഓഹരികൾ 320 മില്യൺ യൂറോ എന്ന എന്റർപ്രൈസസ് മൂല്യത്തില് ഏറ്റെടുക്കുന്നതിനുള്ള അംഗീകാരം കമ്പനിയുടെ ബോർഡ് നൽകി. ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനിയുടെ പൂർണ്ണമായും പണം അടച്ചു തീർത്ത ഇക്വിറ്റി ഓഹരികൾ തിരികെ വാങ്ങുന്നതിനുള്ള നിർദ്ദേശം പരിഗണിക്കുന്നതിനായിട്ട് ഓഗസ്റ്റ് 27 കമ്പനിയുടെ ബോർഡ് യോഗം ചേരും. ബ്രിഗേഡ് ഹോട്ടൽ വെഞ്ചേഴ്സ് ശ്രീ വിനയ് ഗുപ്തയെ കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് നിയമിച്ചു. പിരമൽ ഫൈനാൻസ് 2100 കോടി രൂപ മൂല്യമുള്ള ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് 2102 രൂപ 65 പൈസ എന്ന ഫ്ലോർ പ്രൈസിൽ ഇന്നലെ മുതൽ കമ്പനി ആരംഭിച്ചിട്ടുണ്ട്. HEG 2026 സെപ്റ്റംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തില് ശ്രീ റിജുൻ ജുൻജുൻവാലയെ കമ്പനിയുടെ നോൺ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കൂടാതെ കീ മാനേജറിയൽ പേഴ്സണൽ എന്നീ പദവികളിലേക്ക് കമ്പനിയുടെ ബോർഡ് ഉയർത്തി. കോൾ ഇന്ത്യ നിർണായക ധാതു ആസ്തികൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിദേശ അവസരങ്ങൾ കണ്ടെത്തുവാനും വികസിപ്പിക്കുവാനും വിദേശ നിക്ഷേപങ്ങളുടെ കാര്യക്ഷമമായ നടത്തിപ്പ് സുഗമമാക്കുവാനും ഭാവിയിലെ ഏറ്റെടുക്കലുകൾക്ക് പ്രവർത്തനപരമായ വഴക്കം നൽകുവാനും ലക്ഷ്യമിട്ട് സിംഗപ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന CLL ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഉപകമ്പനി രൂപീകരിച്ചു. യൂക്കോ ബാങ്ക് തങ്ങളുടെ മീഡിയം ടേം നോട്ട് പ്രോഗ്രാമിന് കീഴിൽ കടപ്പത്രങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് $1 ബില്യൺ വരെ വിദേശ നാണ്യ ഫണ്ട് സമാഹരിക്കുന്നതിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. അഫ്കോൺ ഇൻഫ്രാസ്ട്രക്ചറും ഉത്തർപ്രദേശ് എക്സ്പ്രസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അതോറിറ്റിയും തമ്മിലുള്ള ആർബിട്രേഷൻ നടപടികളിൽ കമ്പനിക്ക് അനുകൂലമായിട്ട് 335.5 കോടി രൂപയുടെ വിധി ലഭിച്ചു. സെൻകോ ഗോൾഡ് വിഷൻ എഹഡ് സർവീസസ് സ്റ്റോക്കിലെ 10 ലക്ഷം ഓഹരികൾ 365 രൂപ 66 പൈസ per ഷെയർ നിരക്കില് 36.56 കോടി രൂപയ്ക്ക് സ്വന്തമാക്കി. ഹിന്ദുസ്ഥാൻ കോപ്പർ 2.9 കോടി രൂപയുടെ ഓഫർ ഫോർ സെയില് 514 രൂപ per ഷെയർ എന്ന ഫ്ലോർ പ്രൈസില് ഇന്നു മുതൽ ആരംഭിക്കും. ഈസ്റ്റ് ഇന്ത്യ ഡ്രംസ് ആൻഡ് ബാരൽസ് 29.07 ലക്ഷം ഷെയറുകളുടെ ഓഫർ ഫോർ സെയില് 95 രൂപ per ഷെയർ എന്ന ഫ്ലോർ പ്രൈസില് ഇന്നു മുതൽ കമ്പനി ആരംഭിക്കും.